ഇപ്പോൾ ജർമ്മനിയെ പറ്റി ഒരുപാട് പേര് സംസാരിക്കുന്നത് ജർമ്മനിയുടെ ചാൻസൺ കാർട്ട് അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചാണ്. എന്താണ് ചാൻസൺ കാർട്ട് അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡ്? ഹായ്, എൻ്റെ പേര് ടെൻസി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചിട്ടാണ്. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡ്, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, നമുക്കിതുകൊണ്ട് എന്താണ് പ്രയോജനം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് നാൾ മുന്നേ വരെ ജർമ്മനിയിൽ ഇപ്പോൾ സ്റ്റഡീസിനാണെങ്കിലും അതല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും പോകുമ്പോൾ നമ്മൾ ഒരുപാടധികം കേട്ടിട്ടുള്ള, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പേരുകളാണ് ഔസ്ബിൽഡും അല്ലെങ്കിൽ ഓപ്പെയർ, FSJ അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് കേട്ട് വരുന്ന ഒരു കാര്യമാണ് ചാൻസൺ കാർട്ട്. ഇത് ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു PR പാത്വേ കൂടിയാണ്. മറ്റ് പ്രോഗ്രാമുകളെ അപേക്ഷിച്ച്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഔസ്ബിൽഡും അല്ലെങ്കിൽ FSJ, ഈ പ്രോഗ്രാമുകളെ അപേക്ഷിച്ച് എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനുള്ള പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം കാനഡയിലൊക്കെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അതായത് കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൻ്റെ ബേസിലാണ് നമുക്ക് PR-ലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു പാത്വേ കിട്ടുന്നത്. അത് മെയിനായിട്ടും അവർ നോക്കുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഏജ്, ലാംഗ്വേജ്, ഇത്രയും കാര്യങ്ങൾക്കാണ് നമുക്ക് മെയിനായിട്ടും ഈ കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം, കാനഡയുടെ കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റത്തിൽ നമുക്ക് മെയിനായിട്ടും പോയിൻറ്റ്സ് ആഡ് ആവുന്നത്. അതേപോലെ തന്നെ പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ജർമ്മനിയുടെ ഒരു ഓപ്ഷനാണ് ഈ ചാൻസൺ കാർട്ട് അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡ്. ഇതിനകത്ത് ഇവർ മെയിനായിട്ടും നോക്കുന്നത് ഈ ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, നമ്മുടെ ലാംഗ്വേജ്. നമുക്കറിയാം ഈ ഔസ്ബിൽഡും ഒക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം, നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു B1 B2 ലെവലൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റുക. FSJ ആണെങ്കിലും മിനിമം A1 A2 ഒക്കെ നമുക്കത് മാൻഡേറ്ററി ആണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനകത്ത് അത് അവരൊരു മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും A1 A2, അതായത് ഒരു ബേസ് ലെവൽ നമുക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ആഡ് ഓൺ പോയിൻ്റ് ആണ്. പക്ഷേ IELTS ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാനഡയുടെ വെച്ച് നോക്കുമ്പോൾ PR-ന് ഏറ്റവും കൂടുതൽ ഏജിൽ പോയിന്റ് കിട്ടുന്നത് ബിലോ 30 ഇയേഴ്സ് ഉള്ളവർക്കാണ്. 30 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കതൊരു പോയിന്റ് കിട്ടാവുന്നതിൻ്റെ മാക്സിമം പോയിന്റ് അവിടെ കിട്ടിയിട്ട് അത് സ്റ്റക്കാവും. പിന്നെ അങ്ങോട്ട് പോയിന്റ് കൂടത്തില്ല. നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് പോയിന്റ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു 40 ഇയേഴ്സ് വരെയുള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ മെയിനായിട്ടും ജർമ്മനി ഫോക്കസ് ചെയ്യുന്നത് അവിടെ സ്കിൽഡ് വർക്കേഴ്സിന് ഇപ്പോൾ നല്ല ഷോർട്ടേജ് ആണ്. അപ്പോൾ ഈ ടെക്നിക്കൽ, IT റിലേറ്റഡ്, ഈ ട്രാൻസ്പോർട്ടേഷൻ, കൺസ്ട്രക്ഷൻ റിലേറ്റഡ്, ഇങ്ങനത്തെ ഫീൽഡുകളിലൊക്കെ ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ആവശ്യം ഇപ്പോൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് അവരെ സ്കിൽഡ് വർക്കേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഈ ഒരു ഫീൽഡിലൊക്കെ വരാൻ പറ്റുന്നവർക്കാണ് ഇതുകൊണ്ട് കൂടുതലും നമുക്ക് വന്നു കഴിഞ്ഞാലും ജോബ് സാധ്യത കൂടുതലായിട്ടുള്ളത്. പക്ഷേ നമുക്ക് മറ്റ് കാറ്റഗറീസിലും വേക്കൻസീസും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ, IT റിലേറ്റഡ് അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് ത്രൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമുക്കിതൊരിക്കലും ഒരു ജോബ് സീക്കർ വിസയല്ല. ജോബ് സീക്കർ വിസ ആണെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം ഉണ്ടാവും, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ മാക്സിമം നമുക്ക് നിന്നിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക്, ഇൻ കേസ് ജോബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. പക്ഷേ നമുക്ക് പാർട്ട് ടൈം ജോബോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ഇവിടെ ജർമ്മനിയിലേക്ക് വരുന്നവർക്ക് നിങ്ങൾക്ക് 20 hours പെർ വീക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ലൈസൻസ് ആയിട്ട്, അതായത് ലീഗലി തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ജർമ്മനി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ജോബിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കായിട്ട് തന്നെ എൻക്വയറി ചെയ്യാം. അപ്പം നമുക്കിത് 1 ഇയറിലേക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ പെർമിറ്റ് നമുക്ക് കിട്ടുന്നത്. 1 ഇയറിനുള്ളിൽ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇത് 2 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്തതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള 40 ഇയേഴ്സ് ബിലോ ആയിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു ഓപ്ഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങളൊരു ഏതെങ്കിലും ഒരു 3 ഇയർ പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കോ അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പോ അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലവും ചെക്ക് ചെയ്യാതെ
നിങ്ങൾക്ക് ഇതിൽ ധൈര്യമായിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ജർമ്മനിയിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന മെയിനായിട്ടുള്ള പ്രോഗ്രാം നേരത്തെ പറഞ്ഞ പോലെ ഹോസ്ബിൽഡിങ്ങിനകത്തൊക്കെ ലാംഗ്വേജ് അവർക്ക് മാൻഡേറ്ററി ആണ്. പക്ഷേ ഇതിൽ നിങ്ങൾ IELTSന് മിനിമം ഒരു 5.5 ഒരു 6 ബാൻഡൊക്കെ ഏൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് അവരൊരു മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ പോകുമ്പോൾ പഠിച്ചിട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്കൊരു A1 A2 ലെവലൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ആഡ് ഓൺ പോയിന്റ് ആണ്. പക്ഷെ അതൊരു മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് IELTS ഉണ്ട്, ഇപ്പോൾ 6 ബാൻഡോ 7 ബാൻഡോ ഒക്കെ IELTS ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഗോയിറ്റയുടെയോ അങ്ങനെ എക്സാമോ കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്യാതെ പോലും നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിനും മറ്റ് പ്രൊസീജിയേഴ്സിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാംബ്രിഡ്ജിനെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.